പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താന്ന് പുതിയ ഫുട്ബോളൊക്കെ വന്നില്ലേ. സോ നമ്മളെ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇത് റീജിയനെ നമുക്കിപ്പോൾ വേണമെങ്കിൽ മാറ്റാം ഗൈസ്. ആദ്യം ലോഗിൻ ചെയ്യുമ്പോൾ ഇത് ജപ്പാനിലെ അക്കൗണ്ട് ചെയ്യുന്നു. ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ചെയ്യുന്നു. പക്ഷേ മാറ്റേണ്ടിയില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് സ്റ്റാർട്ടിങ് തുടക്കം ന്യൂ തീം യമാൽ മെസ്സി. ടോട്ടൽ യമാൽ മെസ്സി. ഞാൻ നെയ്മറിനെയും കൂടി പ്രതീക്ഷിച്ചു ഗൈസ്, പക്ഷേ ഉണ്ടായില്ല. സോ ഏതായാലും സെക്കൻഡ് അക്കൗണ്ട് ഞാൻ ഇപ്പോൾ കയറുന്നുള്ളൂ ഗൈസ്. ഏതായാലും മറ്റേ അക്കൗണ്ടിലാണ് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് മാറ്റകൾ ഇതിൽ ജസ്റ്റ് ബോക്സ് ഡ്രോ ആനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. കാരണം അതിൽ ഓൾറെഡി സ്പിൻ ചെയ്ത് കഴിഞ്ഞു. ഫ്രീ മെസ്സി ഉണ്ട് ഗൈസ്, ഷോർട്ട് ടൈം. അത് അതിനെപ്പറ്റി ഒന്നും പറയാല്ല ഗൈസ്, അതെല്ലാ ടൈമും കൊണ്ടും. സോ അത് ഇത് കാണിച്ചു തരാം. അത് ഓൾറെഡി അതിൽ ക്ലെയിം ചെയ്ത് പോയി, മറന്നുപോയി വീഡിയോൻ്റെ കേസ്. സോ ഞാൻ നമുക്ക് ഓരോരോ മാറ്റങ്ങളോട്ട് കടക്കാം ഗൈസ്. സോ പുതിയൊരു കിറ്റ് കിട്ടി. ഇത് ഇന്ത്യൻ്റെ സ്പിൻ ഗൈസ്. സോ ആഗസ്റ്റ് 15. സോ ഇൻഡിപെൻഡൻസ് ഡേ, അതിന് വേണ്ടിയാണ് ആ സ്പിന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നേരെ പോകാന്ന് നമ്മൾ നേരെ പോകുന്ന ഡെയിലി ഗെയിമിലോട്ടാണ് ഗൈസ്. ഫസ്റ്റ് നേരെ അതിൽ നമ്മൾ ന്യൂ പ്ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ കുറേ നാളെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ള പ്ലെയർ ഈദൻ ഹസാർഡിൻ്റെ നല്ലൊരു കാർഡ് തന്നെയാണ് ഗൈസ്. പിന്നെ ഫ്രീ കാർഡ് ആയതുകൊണ്ട് അത്ര പവറുകൾ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ നല്ലൊരു ഡബിൾ ബൂസ്റ്റർ എപ്പിക്ക് കാർഡ് ഗൈസ്. വിങ്ങറാണ് ഗൈസ്, അത്ര പറഞ്ഞാൽ മതി. മറ്റേ കിട്ടില്ല, പ്രൊഫഷണൽ വിങ്ങറല്ല. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിയുള്ളവർ കാണിച്ചു തരാം. സോ ഇവിടെ റൈറ്റ് കാർഡിൻ്റെ ഉണ്ട്, നല്ല കാർഡ് തന്നെയാണ് തോന്നുന്നു. പക്ഷെ 32 years ഓൾഡാണ്. പക്ഷെ റൈറ്റ് കാർഡ് കുറച്ച് ഏജ് ആയാലും നല്ല പവറാണ്, കാരണം പണ്ട് ലെജൻസ് ആണ് ഗൈസ്. സോ ഓക്കെ, റൈറ്റ് കാർഡിൻ്റെ ഒരു എപ്പിക് ഡബിൾ ബൂസ്റ്റർ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഡ്രോപ്പ് ബക്ക് പകരം അവിടെ വേറൊരുത്തനും കൂടി ഉണ്ട് ഗൈസ്. ഒരു ടർക്കിഷ് ലീഗ് അല്ല, ടർക്കിത്തെ പ്ലെയർ. ബോക്സ് ടു ബോക്സ് ആണ് ഗൈസ്. സോ ഒരു CMF കുഴപ്പമില്ല, ഷോർട്ട് ടൈമാണ്. സോ ഓക്കെ, പിന്നെ കുക്കുറേയും ദോക്കു സാവി 2.0 ഓക്കെയാണ് ഗൈസ്. പിന്നെ നമുക്ക് ഡ്രോപ്പ് ബക്ക് പകരം വന്നിട്ടുള്ളതാണ് ഗൈസ് റൗളിനെ. നമ്മുടെ സ്പാനിഷ് പ്ലെയർ റോൾ ഡെമ്മി റണ്ണറാണ്. അത്യാവശ്യം നല്ലതാണ്. ഡ്രോപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം പലർക്കും കിട്ടിയില്ല എന്നും പറഞ്ഞു. ഇതും അതേപോലെ തന്നെ ആയിരിക്കും ഗൈസ്, അൺലിമിറ്റഡ് സ്പിൻ ആയിരിക്കും. ഇതൊന്നും കിട്ടണമെങ്കിൽ തന്നെ വേണം ഗൈസ്. പക്ഷെ ഇത് ഡ്രോപ്പിൻ്റെ ഇല്ലാതെ കുറച്ചുകൂടി അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഐ തിങ്ക് ഗൈസ്, ഉറപ്പില്ല, ചിലപ്പോൾ ഡ്രോപ്പിൻ്റെ പോലെ പാളിപ്പോകും. പിന്നെന്താ വേറെ ഡെയിലി ഗെയിമിൽ ഇത്രയുള്ളൂ ഗൈസ്. ഹസാർഡ് നല്ല കാർഡ് തന്നെയായിരിക്കും ഗൈസ് എന്ന് വിശ്വസിക്കാം. പിന്നെ നമുക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഇൻ്റർഫേസ് മൊത്തത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് പുതിയ മിഷൻ എന്നാണ് ഓപ്ഷന്. പിന്നെ ഗെയിം പ്ലാനൊക്കെ എടുത്ത് കളഞ്ഞ് മൈ ടീം മാത്രമാക്കി. അങ്ങനെ ചെറിയ കാര്യങ്ങൾ. നമ്മൾ മിഷനിൽ പോവുകയാണെങ്കിൽ ഗൈസ് അതിലും പുതിയ മാറ്റങ്ങളുണ്ട്. സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ ഇതൊന്നും അല്ല ഗൈസ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമുക്കൊരു സംഭവം കിട്ടുന്നുണ്ട് ഗൈസ്. അത് ഇന്ത്യൻ്റെ ഒരു ഇത് കൈറ്റ് എന്താ പറയുക, പട്ടം. പട്ടം. സോ അത് കിട്ടുന്നുണ്ട്. അത് ഞാൻ മെയിനെ കൊണ്ട് കാണിച്ചു തരാം. അതിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ഇതൊക്കെ നോർമൽ. ഇവിടെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇതാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റേഡിയം കസ്റ്റമൈസ് ചെയ്യാം. അതിലോട്ട് കടക്കാൻ കഴിയും എന്തായാലും. പിന്നെ ലിങ്ക് പ്ലേ ഇതിൽ നിന്ന് നമുക്കത് റൂബൻ നവാസ് അല്ല, നമുക്ക് മറ്റേ ഇതിൻ്റെ എന്താ പറയുക ഗയോ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നിട്ട് സ്പോർട്ടിങ് സീപ്പിൻ്റെ പഴയ മാനേജർ ഇപ്പോൾ യുണൈറ്റഡ് ഔട്ട് വൈഡ് ആണ്. 89 ഉണ്ട് ഗൈസ്. അത്യാവശ്യം കൊള്ളാം. ഫിസിക്കൽ കോണ്ടാക്റ്റും ലോഫ്റ്റർ പാസും ആണ് ഗൈസ്. ലിങ്ക് പ്ലേ അതാണ് ഗൈസ്. അതും നമുക്ക് അതിലോട്ടൊക്കെ കടക്കാൻ കഴിയും. ഇതിന് മുന്നേ നമുക്ക് ഇതൊക്കെ സ്റ്റേഡിയത്തിൽ വെക്കുന്ന കുറേ കാര്യങ്ങളാണ് ഗൈസ്. ഇതൊക്കെ മറ്റേ അക്കൗണ്ടിൽ ഞാൻ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നമുക്ക് കുറച്ച് ഇതായി കണ്ട് കാണും. പിന്നെ അതേ ഒരു പൂത്തിരി. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ വേറൊരു ബാനറും ടിഫോയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ബാനർ ഒന്നും പറയാം. പിന്നെ അത് ഇത് ഇന്ത്യൻ്റെ കുറച്ച് സ്പിന്നാളാണ് ഗൈസ്. ഇന്ത്യൻ്റെ അല്ല, സോറി.
സോ ഓക്കെ, നമുക്ക് ഏതായാലും പുതിയ ആനിമേഷൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്ക് പുതിയ ആനിമേഷൻ കാണിച്ചു തരാം. ക്ലെയിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. 2 ആനിമേഷനോ 3 ആനിമേഷനായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഇതിലേതാ കാണുന്നു. നല്ല ആനിമേഷൻ ഓൾറെഡി നിങ്ങളൊക്കെ കണ്ട് കാണും. ഇത് ഈ ഒരു WWE ഫീല് അണ്ടർടേക്കറിനൊക്കെ പോലെ. അപ്പോൾ അണ്ടർടേക്കിൻ്റെ ഇതേപോലത്തെ ഒരു എൻട്രി ടൈം ആയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുന്നത് മെസ്സി ഇങ്ങനെ എപ്പി കളിച്ചപ്പോൾ ആലോചിച്ചാൽ പിന്നെ വേറെ ഒന്നുണ്ട്. മെസ്സി ഡയറക്റ്റ് ഓടി വരുന്നുണ്ട്. ഇതാണ് എനിക്ക് കുറച്ചൊരു അടിപൊളിയായി തോന്നിയത് WWE ഫീൽ. പിന്നെ ഇതിന് ശേഷം ഗ്രാഫിക്സ് നല്ല അടിപൊളിയായി. അതിനെ കുറിച്ച് പറയാല്ലേ ഗൈസ്, അതിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ ഇനി ഹൈലൈറ്റ് കാർഡിൻ്റെ ഇത് കാണിച്ചാൽ ഹൈലൈറ്റ് കാർഡിന് ഇതേ ഇത് ചെയ്യുന്നത് ഇത് മറ്റേ പഴയ ഫിഫനെ പോലെ ഉണ്ടായിരുന്നു. ഫിഫൻഡില്ലാർ അടിപൊളി പഴയ ഫിഫൻഡില്ലാർ. ഓക്കെ, പിന്നെ അതെ ഈ ഫുട്ബോൾ ലീഗിൽ ഡിവിഷൻ 3 എത്തിയാൽ മതി ഗൈസ്. I mean 1 million നാടാ തോന്നുന്നു ഇത് റാങ്കിങ്. അവിടെ എത്തിയാൽ മതി നമുക്ക് ഇവനെടുക്കാം ഗൈസ്. സോ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് നല്ല കട, പക്ഷേ ഏജ് ഉണ്ട് ഗൈസ്, അതുള്ളൊരു സീന്. സോ പിന്നെ പാക്കാളൊക്കെ ഇനി തിങ്കളാഴ്ച ആടാക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ സെറ്റപ്പ് ഇതാണ് ഗൈസ്, പുതിയ സംഭവം ബിങ്കോ അല്ലേ ഗൈസ്. നമ്മൾ പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിരുന്ന സാധനം, ആ സാധനത്തിൻ്റെ പോലെ ഒരു ഹാരിക്കേനും കിട്ടി. സോ അങ്ങനെ ഇതിലൊരു 50 കോയിനൊക്കെ കിടപ്പുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ബൂസ്റ്ററിൻ്റെ മറ്റേ സാധനമൊക്കെ കിടപ്പുണ്ട്. സോ അതങ്ങനെ ഗൈസ്. പിന്നെ അത് ഇവിടെ പുതിയതായി നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നീക്കി അക്കാഡമി സ്കില്ലപ്പ് ട്രെയിനിങ് കമാൻഡ് ലിസ്റ്റിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. പിന്നെ അപ്പുറത്ത് കുറേ മാറ്റങ്ങളുണ്ട്. ഇൻ്റർഫേസ് തന്നെ മാറി ഗൈസ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ നെയിമൊന്നും നോക്കണ്ടായി. ഇവിടെ നമുക്ക് ബാനേഴ്സ് ഇഷ്ടമല്ല സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് അത് സെലക്ട് ചെയ്തു. ഇതിങ്ങനെ ഉണ്ടാവും. പിന്നെ അത് ഇവിടെ പോയാൽ നമുക്ക് നമ്മുടെ ടീമിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആരോ ആ ഫേവറേറ്റ് പ്ലെയറിന് ഇതിൽ ആഡ് ചെയ്യും. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യും. മെയിൻ അക്കൗണ്ടിലൊക്കെ നോക്കി സെറ്റാക്കി വെച്ചാണ് ഗൈസ്. എത്രയുള്ളൂ പ്ലേയേഴ്സ്? കുറേ നാളായി ഗൈസ് ഇത് കയറിയിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്ലേയേഴ്സിനെ ശരിക്കും ഓർമ്മ തന്നെ ഇല്ല. ഇവിടെ അവിടെ ഒരു നല്ല പ്ലെയർ ഉണ്ടായിരുന്നു. അതെ ഡിയാഗോ ഫോർലാൻ. സോ അപ്പോൾ അതെങ്ങനെ എല്ലാവർക്കും കാണും. ഓപ്പോണൻസിനും ഓപ്പോണൻസ് അല്ല ആരൊക്കെ നമ്മൾ അക്കൗണ്ട് എക്സ്പെക്ട് ചെയ്യണം അവർക്കൊക്കെ കാണും ഗൈസ്. പിന്നെ നമ്മൾ മൈ ടീം എന്നാണ് ഓപ്ഷൻ. ഇപ്പോൾ അത് ഇങ്ങനെയാണ് പുതിയ ഇൻ്റർഫേസ്. മാനേജർ സ്ട്രിപ്പിൻ്റെ സെക്ഷനെ മാറ്റി മൊത്തത്തിൽ. അതെ, ചിലതിന് 3 സ്ട്രിപ്പ് ഉണ്ടാവും. ഇപ്പോൾ ബാർസലിൻ്റെ 2 സ്ട്രിപ്പ് അവൈലബിൾ ഉള്ളൂ. സോ നമുക്ക് 3ാമതായി കണ്ട് ഇഷ്ടമല്ലേ സ്ട്രിപ്പ് ഇടാം ഗൈസ്. അതാണ് സ്ട്രിപ്പിൻ്റെ അകത്ത്. അത്യാവശ്യം നല്ലൊരു അടിപൊളി. ഇതൊരു മൊബൈൽ ഗെയിമാണ്, ഒരു ഫ്രീ ഗെയിമാണ്, അതും ആലോചിച്ചാണ് ഗൈസ്. പിന്നെ ഇവിടെ നമ്മൾ നോർമൽ ഗെയിം പ്ലാന് കൊണ്ട് നമ്മൾ കളിക്കാറൊന്നുമില്ല. പിന്നെ ഇത് മൈ ടീം. ഇതാണ് ശരിക്കും നമ്മളെ മൈ ടീം. പ്ലേയേഴ്സ് എന്ന് വരുന്നത് ഇവിടെ മാനേജർ. പിന്നെ ഇതാണ് കസ്റ്റം സ്റ്റേഡിയം. ഇതിപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേഡിയം ഒന്നും കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് അതുകൊണ്ട് നെയിം നെയിം ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നെയിം ഇടാം. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ കളറ്, അതായത് ആദ്യം സീറ്റിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. നമുക്കൊരു പച്ച തീം കൊടുത്താൽ. പിന്നെ പിച്ച് സൈഡ് ഈ അടിഭാഗത്തുള്ള കളർ കേൾക്കണില്ലേ, അത് നമുക്കൊരു യെല്ലോ കൊടുക്കാം. ഓക്കെ, നമ്മൾ കൊടുക്കാൻ യൂസ് ചെയ്യാൻ. പിന്നെ ഇത് RGB ലൈറ്റ് പോലെ സെറ്റപ്പ് ചെയ്യുക. ഇതാണ് ഇതൊരു പച്ച കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അടിപൊളി ലൈറ്റ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് കൊടുക്കാം കൈ. ഇഷ്ടമുള്ള ഏത് ലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പിക്സ് പാറ്റേൺ, ഇതിങ്ങനെ കുറേ പാറ്റേൺ ഉണ്ട്.
അത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഗോൾ നെറ്റ്, ഇത് സീനാണ് ഗൈസ്, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 2 കളർ സെലക്ട് ചെയ്താൽ ഒരു ഭാഗത്ത് ബ്ലൂ അല്ലേ, ബ്ലൂ തന്നെ എടുക്കാം, അത് മാറിത്തരാം. മറ്റേ ഭാഗത്ത് റെഡ്. ഓക്കെ, അത് അങ്ങനെ ഒരു അടിപൊളി കളറായി കോർഡിനേറ്റ് ആയി. പിന്നെ ഇവിടെ ടിഫോയും കാര്യങ്ങളും അത് ഞാൻ മറ്റേ അക്കൗണ്ട് കാണിച്ചു തരാം, ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലും അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ കോൾ എഫക്ട്സ് അതൊക്കെ മറ്റേ അക്കൗണ്ട് കാണിച്ചു തരാം ഗൈസ്, അതൊന്നും ഇതിൽ ക്ലെയിം ചെയ്ത് വെച്ചിട്ടില്ല, അതാണ് കുഴപ്പം. അങ്ങനെ 3 സ്റ്റേറ്റ് നമുക്ക് കിട്ടും ഗൈസ്, അതാണ് ഹൈലൈറ്റ്. പിന്നെ ലിങ്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഗൈസ് വെയിറ്റ് ചെയ്യാൻ, നമുക്ക് മറ്റേ അക്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ വരാം ഗൈസ്. സോ ഗൈസ് നമ്മൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ അങ്ങനെ ഗെയിം പ്ലേ അങ്ങനെയല്ല ടിഫോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഞാൻ പറയുകയാണെങ്കിൽ പെസ്സിൻ്റെ കാര്യം കൂടെ ഈ ഫുട്ബോൾ മാത്രമാക്കിയാൽ ഈ ഫുട്ബോളിൻ്റെ പീക്ക് ടൈം ആയിരിക്കും ചിലപ്പോൾ ഈ 2026 ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ സംഭവം കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് നെയിം ചുമ്മാ ജസ്റ്റ് കൊടുത്തേനെ. ഒക്കെ റീസെറ്റായി അല്ല റീസെറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് എടുത്താൽ സംഭവം റെഡിയാവും. ഓക്കെ, അത് മറ്റേ അക്കൗണ്ടിത്തെ പോലെ തന്നെ നെയിം മാത്രമല്ല ഒരേക്കാണ്. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. PSG എടുത്തിട്ട് അയ്യോ ടിഫോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ടിഫോ, ഇത് നോർമൽ ഡിഫോൾട്ട്. ഇത് ഇപ്പോൾ ഫ്രീ ആയി കിട്ടണേന് ഗൈസ്. സോ അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണിച്ചു തരാം അല്ലേ പിച്ച് സൈഡ്, ഇത് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതാണ് ഇന്ത്യൻ്റെ സംഭവം, അത്യാവശ്യം നല്ല സാധനമാണ്. പിന്നെ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് ഈ ഫുട്ബോളിൻ്റെ ഫ്ലാഗ് വെക്കാം, അത് ഫ്രീ ആയി കിട്ടണേന് ഗൈസ്. നമ്മൾ ജസ്റ്റ് 4-5 അങ്ങനെ എത്രയോ കളി കളിച്ചാൽ മതി. പിന്നെ ഗോൾ എഫക്റ്റ്, ഇത് സീൻ സംഭവങ്ങളാണ് ഗൈസ്. ഒന്നാമത്തെ ഇത് ഫ്രീ ആയി കിട്ടണേ, ഇത് 100 കോയിൻസ് കൊടുത്താൽ കിട്ടും ഗൈസ്. ഇതാണ് സീൻ സാധനം. ഞാൻ പറയുകയാണെങ്കിൽ ഇത് തന്നെ നോക്കിയെടുക്കണം ഗൈസ്, വേറെ ഏത് കൊടുക്കരുത്. പിന്നെ ഇവിടെ കൊടുത്ത് ഡിഫോൾട്ട് സ്റ്റേഡിയം ഏത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. പിന്നെ നമുക്ക് നേരെ പോയിങ്ങാണ്ട് ഇതിൻ്റെ ഷോപ്പിക്ക് പോകാം ഗൈസ്. ഇവിടെ പുതിയൊരു ഓപ്ഷൻ കൊടുത്തേക്കും, കസ്റ്റമൈസബിൾ. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം പല സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ മെസ്സി യമാലിൻ്റെ 30 ഇയർ ആനിവേഴ്സറി കഴിഞ്ഞ അപ്ഡേഷൻ്റെ ബാനർ ടിഫോയും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ നിലത്ത് വെക്കുന്ന സാധനം. പിന്നെ അതേപോലെ ബോർഡും. പിന്നെ ഇതൊക്കെ പിച്ച് സൈഡിലൊക്കെ ആ ഫ്ലാഗ് കാണിച്ചില്ലേ അതേപോലെ വെക്കണേന് ഗൈസ്. ഇതൊക്കെ ഗോട്ടിൻ്റെ സ്റ്റാച്യു, അത്യാവശ്യം കോമഡി സംഭവങ്ങളാണ്. പിന്നെ ഇതാളാണ് സംഭവം കാണിച്ചു തരാം. ഇത് എ കുറച്ചുള്ളൂ ഗൈസ്, തീർന്നു, അത്രേ ഉള്ളൂ. പിന്നെ ബി കാണാൻ രസമുണ്ട്, പക്ഷെ ഇതും കുറച്ചുള്ളൂ. 2 വട്ടമായിട്ട് ആവും, പക്ഷെ ഇത് കുറേ ഉണ്ടാവും ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺട്രോളില്ലാതെ പൊട്ടണ പോലെയാണ് ഗൈസ്. ഇതൊരു രസമാണ് ഗൈസ്. അപ്പോൾ അത് ഞാൻ ബൈ ചെയ്ത് ജസ്റ്റ് 100 രൂപ. പിന്നെ ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ഗൈസ്, ഞാൻ നേരത്തെ കാണിച്ചത്. 100 കോയിൻസ് കൊടുത്തു, എന്തായാലും വെറുത്തല്ല എന്ന് ഞാൻ പറയും. പിന്നെ പാക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 1800 കോയിൻസിന് യമാലിൻ്റെയും അതുപോലെ മെസ്സിൻ്റെയും പാക്ക് ആവുന്നുണ്ട്. നെയ്മറിൻ്റെ പ്രാവശ്യമില്ല. പാക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മെസ്സിൻ്റെ ഏജ്ഡ് മെസ്സിയാണ് ഗൈസ്. അറൗണ്ട് 103-104 പോവാ ഗൈസ്. അതിന് ഇതാക്കിയാലും. പിന്നെ ഇതൊക്കെ കിട്ടുന്നുണ്ട്, അവതാർ ABC, അത് നമ്മൾ നോക്കൂല. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ലിയോ മെസ്സി ജെയ്സി ഇട്ടുണ്ട്. പിന്നെ മെസ്സിൻ്റെ ഈ ഒരു ടിഫോ കുഴപ്പമില്ല ഗൈസ്. പിന്നെ അതേപോലെ ഡിബ്രോയിനെ കിട്ടുന്നുണ്ട്, സെലനെ കിട്ടുന്നുണ്ട്, ലെവൻഡോസ്കി, യാഷിൻ ബോനോ, ലൂക്ക, അങ്ങനെ കുറേ പേരെ കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് മെസ്സിൻ്റെ സ്റ്റാച്ചുവും കിട്ടും, ബൂട്ട് കിസിങ് മെസ്സിൻ്റെ സ്റ്റാച്ചു. അതല്ല, അതേപോലെ തന്നെയാണ് യമാലും പ്ലേയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് ഉള്ളൂ. അല്ല ടിഫോ യമാലിൻ്റെ ഫോട്ടോയിൽ അതേപോലെ ഒരു സ്റ്റാച്ചു ഉണ്ട് യമാലിൻ്റെ. പിന്നെ ഒരു ജെയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഒക്കെ ഒന്നും വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ പെഡ്രി, യമാൽ, പിന്നെ നിക്കോ വില്യംസ്, അങ്ങനെ കുറച്ച് ആൾക്കാർ. യമാലും അതേപോലെ തന്നെ 103, 104 പോകും ഗൈസ്. യമാൽ പിന്നെ ഇല്ലല്ലോ, അപ്പോൾ യമാലിനെ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ മെസ്സിൻ്റെ ഇല്ലാതെ. ഞാൻ എൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത് ഗൈസ്. പിന്നെ ഇവിടെ ഒന്നും വേറെ മാറ്റമൊന്നുമില്ല ഗൈസ്. പിന്നെ നമുക്ക് പുതിയ മാനേജേഴ്സിനെ നോക്കാം. ഇവിടെ ഷോപ്പിലുണ്ട് ഗൈസ്. നമുക്ക് ക്യാഷ് കൊടുത്താൽ കോയിൻസും കിട്ടും, മാനേജറിനും കിട്ടും. സോ ഒന്നിത് ജോസ് മോറിഞ്ഞോ ആൻഡ് ഹ്യൂമിൻ സണ്ണി ഡീപെയിനും കിട്ടുന്നുണ്ട്.
മൊറീനിയോയും പിന്നെ അതുപോലെ മറ്റേ റൂബനും ആണ് ഇതില്ലത്. എന്താ പറയുക, ലിങ്ക് പ്ലേ എന്ന് പറഞ്ഞ പുതിയ ഫീച്ചറിൽ വേറെ ആർക്കുമില്ല. സോ ഇത് മൊറീനിയോ 89 ക്വിക്ക് കൗണ്ടർ. നല്ല ക്വിക്ക് കൗണ്ടർ പ്ലേയേഴ്സ് നല്ല, പക്ഷേ ഒരു 150 റുപ്യക്ക് ആയിരുന്നു ഓക്കെ. ഇത് 250 ആക്കി എന്നിട്ട് 150 ഇത് വരും. പിന്നെ ഇവിടെ 2 എപ്പിക് പ്ലേയേഴ്സ് ഉണ്ട്, റൗണ്ട് വാനിസ് റോയും പിന്നെ മിക്കായലും. സോ മിക്കായൽ അത്ര പോപ്പുലർ അല്ല റൗണ്ട് വാനിസ് റോയിനെ പോലെ. സോ പിന്നെ ഇപ്പോൾ എന്താ പിന്നെ ഇവിടെ ജീപ്പിൻ്റെ ഇതിൽ കുറേ അവതാറാൾ അത് മുന്നേ ഉണ്ടെന്ന് തോന്നുന്നു, ഷോർട്ട് ടൈമിൻ്റെ ആണ് കുറേ അവതാറാൾ. ഇത് എക്സ്ട്രാ പുതിയ സ്റ്റേഡിയം വന്നിട്ടുണ്ട് ഗൈസ്, അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് കട്ട് സീൻസ് കാണിച്ചു തരാം ഗൈസ്. പ്രത്യേകിച്ച് മൈ ലീഗിലാക്കാരും കട്ട് സീൻസ് ഏറ്റവും കൂടുതലുണ്ടാവും. ബിക്കോസ് മൈ ലീഗാണ് ഒരു ഏറ്റവും കൂടുതൽ ലീഗ് പോലെ ഏറ്റവും ഇതാക്കി വെച്ചിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഡോട്ട്മുണ്ട് എടുത്തേക്കാം, ബിക്കോസ് ഡോട്ട്മുണ്ടിൻ്റെ സ്റ്റേഡിയം കാണിച്ചു തരാം ഗൈസ്. പുതിയ സ്റ്റേഡിയം അത്യാവശ്യം പുതിയ സ്റ്റേഡിയമാണ് ഗൈസ് ഡോട്ട്മുണ്ടിൻ്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഓക്കെ, ഇതാണ് സ്റ്റേഡിയം ഗൈസ്. Hello and welcome to all of you followers of the French game for one of the best days on the calendar. The day Ligue 1 kicks off to much pomp and fanfare. The wait is finally over and it's a straight race to the finish line, which is 10 months distance. It is a deep, deep sea of yellow, beautifully effervescent yellow. That is what you're faced with when you come to Dortmund. Big kick-off, and in the meantime, here are the thoughts of Jim Beck. Well, while the league isn't the strongest in Europe, Peter, don't forget France are pretty much always one of the teams when it comes to internationals, and a lot of the best players start out in the youth system here, so I hope there'll be an emergence of a... So guys, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കട്ട് സീൻ. Well, welcome everybody to what is a really important game, which is going to be played here in conditions somewhat suboptimal. The rain is falling heavily, the players are feeling it. നമുക്ക് ലിങ്ക് പ്ലേ കാണിച്ചു തരാം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ മാനേജറിനെ ചേഞ്ച് ചെയ്യാണ്. സോ ഇതാണ് ഗൈസ് ലിങ്ക് പ്ലേ. ഇതിൽ ആവശ്യമുള്ള പ്ലേയേഴ്സ് അവരൊക്കെ നോക്കണം. ആദ്യം പ്ലേയേഴ്സ് മാറ്റാം. വർക്കൗട്ട് റേറ്റിംഗ് കൂടി ചിന്തി വരാണ് തോന്നുന്നു. പക്ഷേ ഞാൻ ഔട്ടായിട്ട് കളിക്കില്ല ഗൈസ് ഇത്. പക്ഷെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ലിങ്ക് പ്ലേ എന്നാണ് ഓപ്ഷൻ വരും ഗൈസ്. ഇതിൽ ഓൺ കൊടുക്കുക. ഓക്കെ, ഒന്ന് ഇനിയിപ്പോൾ ആരോ കണ്ടു LMF RMF ആണ് ഗൈസ്, ക്രോസ് സ്പെഷ്യലിസ്റ്റ്. സോ നമുക്ക് RMF കളിക്കുന്ന ബെയില് LMF കളിക്കും, അത് മതി ഗൈസ്. സോ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാനാണ്. ഓക്കെ, ഓ ക്രോസ് സ്പെഷ്യലിസ്റ്റ് തന്നെ വേണം ഗൈസ്. ഷോട്ട് പ്ലേ സ്കില്ല് ഇതിലല്ല, പ്ലേയിങ് സ്റ്റൈലാണ്. മണ്ടത്തരം ഗൈസ്. ഇതിലിവിടെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് തന്നെ അല്ലേ? ഡമ്മി റണ്ണർ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് ബെക്കമ്മിന് എടുക്കാം ഗൈസ്. സോ ഇപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നെയ്മനെ കയറ്റി. ഓക്കെ, നമ്മൾ ബെക്കമ്മിന് ഇട്ടിട്ടുണ്ട് ഗൈസ്, ബെക്കമ്മിന്. സോ ഇനി ഈ സംഭവം എന്താ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് തന്നെ അതായത് മാനേജറിൻ്റെ ഡീറ്റെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഒരു 2 പ്ലേയേഴ്സ് ലിങ്കപ്പായി കളിക്കും ഗൈസ്. നമുക്കൊരു ഇതൊക്കെ കണ്ടില്ലേ, ഒരു ആരോ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് തന്നെ സംഭവം ഗൈസ്. ഇപ്പോൾ രണ്ടി കണക്ട് ചെയ്തൊരു ആരോ വന്നുണ്ടോ ജസ്റ്റ്. ഇപ്പം മെസ്സിന് ചുമ്മാ ഗൈസ് ലെഫ്റ്റ് വിങ്ങർ ആക്കണം. മെസ്സി ലെഫ്റ്റ് വിങ്ങർ കളിക്കുന്നു ഗൈസ് ഈ വീഡിയോക്ക് വേണ്ടി. ഈ ഫുട്ബോൾ സ്റ്റേഡിയം ആയിരിക്കും അധികം സ്റ്റേഡിയം ഡേ ആണ്. ലെറ്റ്സ് ഗോ. ഇത് കളിക്കാനൊന്നുമല്ല ഗൈസ്, ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാനാണ്. ഒരു കട്ട് സീൻ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, ബട്ട് ഒന്നില്ല ഗൈസ്.
ഇതിൽ വന്നതാണ് ഗൈസ്, ഇതിൽ വന്ന So hello and welcome to what has turned out to be a truly gorgeous afternoon. The sun beaming down on the stands and broad beaming smiles all around അതുപോലെ us. ഇതാണ് ഗൈസ് പുതിയ കോർണർ കിക്ക്. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇത് എവിടേക്ക് ബാള് പോകണമെന്നോ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് എത്തിച്ച കഴിയും ഗൈസ്. അടിപൊളിയാണ്. പക്ഷെ ഫ്രീ കിക്ക് കുറച്ച് ഹാർഡായി തോന്നി. അത് കാണിച്ചാൽ ഗൈസ്. ഫ്രീ കിക്ക് കാണിച്ചതിൻ്റെ മുന്നേ ഗൈസ് ഇതാണ് പുതിയ മാനേജർ സെലിബ്രേഷൻ ഗൈസ്. സെലിബ്രേഷൻ അല്ലെങ്കിൽ കട്ട് സീന് ഇതാണ് ഗൈസ്. നോക്കുക, നമ്മൾ പുതിയ മാനേജർ ലിങ്ക് പ്ലേ ഉള്ള മാനേജേഴ്സിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു കട്ട് സീൻ അവൈലബിൾ ആയിട്ടുള്ളൂ ഗൈസ്. ഇതാണ് ഗൈസ് അപ്പം നമ്മുടെ പുതിയ ഫ്രീ കിക്ക്. അത്യാവശ്യം കുറച്ച് ഹാർഡ് തന്നെയാണ് ഗൈസ്. പക്ഷേ ഓക്കെ അത്ര പറയാനുള്ളൂ ഗൈസ്. ബിക്കോസ് അതിൽ കാണിക്കുന്ന പോലെയാണ് നമ്മൾ ഫസ്റ്റ് കരുതുക, ബാൾ അതേപോലെ പോകുന്നത്. പക്ഷേ കുറച്ച് ഡിഫറൻസ് ആയിക്കാണ്ട് പോകണം ഗൈസ്. പക്ഷെ നമുക്കൊന്നും കൂടി നോക്കാം ഗൈസ്. ഓക്കെ, സോ ലുക്കത്ത് ഗൈസ് ഗോളായിട്ടുണ്ട് ഗൈസ് എന്തായാലും. സോ ഇതാണ് ഗൈസ് പുതിയ ഫ്രീ കിക്ക്. സോ ഇതാണ് നമ്മുടെ കസ്റ്റം സ്റ്റേഡിയത്തിലുള്ള കട്ട് സീന് ഗൈസ്. സോ ഇത് ജസ്റ്റ് കണ്ടു നോക്കുക ഗൈസ്. ജസ്റ്റ് എൻട്രൻസ് അത്രയ്ക്കുള്ളൂ ഗൈസ്, ഡിഫറെൻറ്റ്. അതേപോലെ തന്നെ ഹോം ഗ്രൗണ്ടിൽ ഗോൾ അടിച്ചാൽ പുതിയ ഇതും കാണിച്ചു തരാം ഗൈസ്. മറ്റേ പൂത്തിരി എത്തണേ ജസ്റ്റ് ഒന്നൊരു ഗോൾ അടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇനി കണ്ടോ ഗൈസ്, സൈഡ് കണ്ടോ ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ സെലിബ്രേഷൻ ആയിപ്പോയി. സോ എന്തായാലും കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, സൈഡിലൊക്കെ കാണില്ല. ഇനി റീപ്ലേയിൽ കാണിച്ചു തരാം. റീപ്ലേയിൽ അടിപൊളിയായി കാണും ഗൈസ്. ഓക്കെ ഗൈസ് കാണില്ലേ, അടിപൊളി സാധനം ഗൈസ്. നമ്മൾ ഓൺലൈൻ മാച്ചിലൊക്കെ ഇട്ടുമ്പോൾ നല്ല രസമാണ്. സോ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട് ഗൈസ്, കാണിച്ചു തരാൻ മറന്നു. മെയിൻ സംഭവമാണ് പാസ് ക്യാൻസൽ. നമ്മൾ ഫേക്ക് ഷോട്ട് അടിക്കുന്ന പോലെ തന്നെ ഫേക്ക് പാസ് അടിക്കാൻ ഗൈസ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓപ്പണിന് പാടുന്നു. ഓക്കെ, അത് വർക്കായില്ല. ഓക്കെ, ഇനി കാണിച്ചു തരാം ഗൈസ്. ഇതെല്ലാം കണ്ടില്ലേ, വലിയ പണിയൊന്നുമില്ല ഗൈസ് അത് ചെയ്യാൻ. നമ്മൾ പാസ് ചെയ്യുമ്പോൾ ജോയിസ്റ്റിക്കുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ആ പാൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. സോ നല്ലൊരു സംഭവം തന്നെയാണ് നമ്മൾ ഫേക്ക് ഷോട്ട് അടിക്കുന്ന പോലെ തന്നെ. സോ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ഇതിന് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഇറ്റ്സ് മീ ഷാ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.